അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രാർത്ഥന മനസ്സിലാക്കി. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഗഫിർ ലിഹയ്യിനാ വമയ്യിതിനാ വശാഹിദിനാ വഗായിബിനാ വസ്വഗീരിനാ വകബീരിനാ വദകരിനാ വഉൻസാനാ اللهم من أحييته منا فأحيه على الإسلام ومن توفيته منا فتوفه على الإيمان اللهم لا تحرمنا أجره ولا تضلنا بعده اللهم اغفر لحينا وميتنا. അള്ളാഹുവേ, ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങളിലെ മരണപ്പെട്ടവർക്കും നീ പുറത്തു കൊടുക്കണമേ. ഞങ്ങളുടെ ഹയ്യ് ജീവനുള്ളവർ, അതേപോലെ ഞങ്ങളുടെ മയ്യത്തുകൾ, അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണമേ. അപ്പോൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി പൊതുവായുള്ള പ്രാർത്ഥനയാണ്. വശാഹിദിന വഗായിബിന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഹാജറുള്ളവരുണ്ട്, ഹാജരില്ലാത്തവരുണ്ട്, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമേ. വസ്വഗീരിന വകബീരിന, ഞങ്ങളിലെ ചെറിയവർക്കും ഞങ്ങളിലെ വലിയവർക്കും നീ പുറത്തു കൊടുക്കണമേ. വദകരിന വഉൻസാന, ഞങ്ങളിലെ പുരുഷന്മാർക്കും ഞങ്ങളിലെ സ്ത്രീകൾക്കും അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണമേ. അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്ന, അള്ളാഹുവെ ഞങ്ങളിൽ ആരെയെങ്കിലും നീ ജീവനോടെ വിട്ടേക്കുകയാണ് എങ്കിൽ, അതായത് കൂടുതൽ വീണ്ടും ജീവിക്കുവാനുള്ള അവസരം നീ നൽകി, അതിനുള്ള തൗഫീഖ് നീ നൽകുകയാണെങ്കിൽ ഫഅഹ്യിഹി അലൽ ഇസ്ലാം, ഇസ്ലാമിൽ അദ്ദേഹത്തെ നീ ജീവിപ്പിക്കണമേ. അപ്പോൾ മുസ്ലിമായി ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹുവെ നീ നൽകണമേ എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. വമൻ തവഫൈതഹു മിന്ന, ഞങ്ങളിൽ നിന്ന് ആരെയെങ്കിലും നീ ഏറ്റെടുക്കുകയാണെങ്കിൽ, അതായത് മരിപ്പിക്കുകയാണെങ്കിൽ ഫതവഫഹു അലൽ ഈമാൻ, ഈമാനോടുകൂടി മരിപ്പിക്കുകയും ചെയ്യണമേ. അപ്പോൾ യഥാർത്ഥ മുഅ്മിനായിക്കൊണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, പര്യവസാനം നന്നായിക്കൊണ്ട്, ഏറ്റവും പ്രധാനമായും കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട്, അങ്ങനെ പരിപൂർണമായ ഈമാനോടുകൂടി മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹുവെ നീ നൽകണമേ. അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹു, അള്ളാഹുവെ അദ്ദേഹത്തിൻ്റെ പ്രതിഫലം ഞങ്ങൾക്ക് നീ നഷ്ടമാക്കരുതേ. എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയിലൂടെ ഞങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാനുണ്ടോ അത് ആ വ്യക്തിയുടെ മരണം കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത്. കാരണം ഉദാഹരണമായി മതപരമായ പല കാര്യങ്ങൾക്കും അദ്ദേഹം ഞങ്ങൾക്ക് മുൻപിലുണ്ടായിരുന്നു, ഞങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു, ഞങ്ങൾക്ക് മാതൃകാ ജീവിതം നയിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാതൃകയാക്കിയുള്ള പല പ്രവർത്തനങ്ങളിലൂടെയും ഞങ്ങൾക്ക് പ്രതിഫലം ലഭിച്ചിരുന്നു. ആ പ്രതിഫലം ഞങ്ങൾക്ക് ഇനി ഇദ്ദേഹത്തിൻ്റെ കാലശേഷം ഒരിക്കലും എന്ത് ചെയ്യരുത്, നഷ്ടപ്പെട്ടു പോകരുത്. അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹു, അള്ളാഹുവെ ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള പ്രതിഫലം ഞങ്ങൾക്ക് നീ നിഷേധിക്കരുതേ. വലാ തുദില്ലനാ ബഅദഹു, അദ്ദേഹത്തിനു ശേഷം ഞങ്ങൾ ഒരിക്കലും വഴികേടിൽ പെട്ടു പോകരുതേ, ഇസ്ലാമിൻ്റേതല്ലാത്ത മാർഗത്തിൽ പെട്ടുപോയി പിഴച്ചു പോകുന്ന അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാകരുതേ. അപ്പോൾ മരിച്ച മയ്യത്തിന് വേണ്ടിയും ജീവിച്ചിരിക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ടിയും അതോടൊപ്പം ആ നമസ്കാരം നിർവഹിക്കുന്ന സ്വന്തത്തിനും നമുക്കും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഇത്. ഇവിടെയും നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനോട് വ്യക്തികൾക്ക് വേണ്ടിയുള്ള പാപമോചന പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ പുറത്തു കിട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പാപിയായിക്കൊണ്ട് ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുകയില്ല. സ്വർഗപ്രവേശനം സാധ്യമാകണമെങ്കിൽ പാപം ഇല്ലാത്തവനായിരിക്കണം. അതിനെന്ത് വേണം? ഒന്നുകിൽ പാപം ചെയ്യാത്തവനായിരിക്കണം. എന്നാൽ മനുഷ്യൻ്റെ പ്രകൃതിപരമായ ഒരു കാര്യമാണ് അവനിൽ പാപങ്ങൾ സംഭവിക്കുക എന്നുള്ളത്. എന്നാൽ റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമായി ആ പാപങ്ങൾ പുറത്തു കൊടുക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ അല്ലാഹു തആല നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതോടൊപ്പം നമ്മളോട് ആ വ്യക്തികൾക്ക് വേണ്ടി പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ റബ്ബിൻ്റെ പാപമോചനം, മഗ്ഫിറത്ത് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ആ മഗ്ഫിറത്ത് ഉണ്ടെങ്കിൽ സ്വർഗ്ഗപ്രവേശനം സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഇഹലോകത്താണെങ്കിലും ശരി പരലോകത്താണെങ്കിലും ശരി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള മഗ്ഫിറത്ത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും അതേപോലെ കാരുണ്യം ലഭിക്കുന്നതിന് വേണ്ടിയുമുള്ള പ്രാർത്ഥനയുമൊക്കെയാണ് മയ്യിത്ത് നമസ്കാരങ്ങളിൽ പ്രധാനമായും വരുന്നത്. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രാർത്ഥനയും നമ്മൾ അറിഞ്ഞ് പഠിച്ചിരിക്കുക. കാരണം എപ്പോഴാണ് ആർക്കാണ് മരണം എന്ന് പറയാൻ സാധ്യമല്ലല്ലോ. ഏത് സമയത്ത് ആര് മരിച്ചാലും ആ മയ്യിത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുള്ള അറിവും ഈമാനും നമുക്കുണ്ടായിരിക്കണം. അതിന് അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം. നമ്മൾ അധ്വാനിക്കുകയും പഠിക്കുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.